ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് സ്വാമിനാഥൻ. ഞാൻ എറണാകുളത്ത് യൂബറിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ ശ്രദ്ധിച്ച പോലെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂബറിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ ഡെയിലി ഒരു ആൾ വെച്ച് എങ്ങനെയായാലും യൂബറിൽ ജോയിൻ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്നുണ്ട്, പ്രോസസ്സിങ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ചേരാനുള്ളവരെന്തായാലും ചെയ്യും. ഓട്ടം പഴയ പോലെ തന്നെ കൂടുതൽ കുറയും. അത് എങ്ങനെയായാലും എന്തിട്ടാണ് സീസൺ അനുസരിച്ചുള്ള ഓട്ടം മാത്രമേ ഇപ്പോൾ കിട്ടത്തുള്ളൂ. ചില ദിവസങ്ങളിൽ വളരെ മോശമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നിങ്ങൾ എന്തായാലും ചേരാൻ വരും. അപ്പോൾ അധികം കുഴിയിലേക്ക് ചാടണ്ട. അപ്പോൾ അതിനായിട്ടുള്ളൊരു ടിപ്പാണ്. അതായത് എല്ലാവരും, അതായത് എൻ്റെ അടുത്തൊരു 3-4 പേര് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന കസ്റ്റമറെ പറഞ്ഞു, നമ്മുടെ കൂട്ടുകാരൻ യൂബറിൽ ഓടിക്കാനായിട്ട് വണ്ടി എടുത്തു. യൂബറിൽ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ഇത് അക്കൗണ്ട് ആക്റ്റീവായിട്ടില്ല. എന്ത് ചെയ്യും? എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം. ഒരു വലിയൊരു എമൗണ്ട് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് മാസം 16 രൂപ 18 രൂപ EMI ഒരു വണ്ടി എടുത്ത് യൂബറിൽ ആക്റ്റീവായിട്ടില്ല. എന്ത് ചെയ്യും? നമ്മൾ ആ വണ്ടിയുടെ CC അടക്കം വേറെ പണിക്ക് പോകേണ്ടി വരും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം യൂബറിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ വണ്ടി മേടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യരുത്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആദ്യം ഏത് രീതിയിലാണെന്ന് നോക്കുക. അതായത് ഈ യൂബറിൽ ഫുൾ ടൈം ഓടാനുള്ളവരാണെങ്കിൽ ആദ്യമേ തന്നെ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേരിൽ ഒരു PCC വേണം. PCC മസ്റ്റാണ് അതിനകത്ത്. അതുകൊണ്ട് PCC എടുക്കാതെ പറ്റത്തില്ല. അപ്പം മെയിനായിട്ട് യൂബറിൽ നിങ്ങളാദ്യം ഒരു ഡ്രൈവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് യൂബറിൻ്റെ ആപ്പ്, ഡ്രൈവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡ്രൈവർ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് അതിനകത്ത് നിങ്ങളുടേതായ ഡോക്യുമെൻറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അതായത് അതിനകത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ബാക്ക് ഫ്രണ്ട്, പിന്നെ ആധാർ കാർഡ്, പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ PCC, പിന്നെ അത്രയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു സെൽഫി ചോദിക്കും. അങ്ങനെ അതിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാനുള്ളത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു, അതായത് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ആകുമ്പോൾ തന്നെ അത് പ്രോസസ്സിങ് വെരിഫൈക്ക് വേണ്ടി പോകും. അപ്പോൾ ഏകദേശം ഇത് നമുക്ക് PCC ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴുള്ളൊരു വേറൊരു കുരുക്കാണ്. അതായത് നിങ്ങളുടെ പേരിൽ പണ്ട് എപ്പോഴെങ്കിലും ഒരു ഹെൽമെറ്റ് പോവാതെ ബൈക്ക് ഓടിച്ച് പോയതിന്, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ച് പോയതിന്, ട്രിപ്പിൾസ് അടിച്ച് പോയതിന്, ഏതെങ്കിലും രീതിയിൽ ഒരു 250 രൂപ 100 രൂപയുടെ പെറ്റി കേസ് ഉണ്ടെങ്കിൽ അത് ഒരു കേസ് മതി ഈ അക്കൗണ്ട് റിജക്റ്റ് ആവാനായിട്ട്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അവസാനം എൻ്റെ വണ്ടിയിൽ കയറിയ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, പുള്ളിക്കാരൻ്റെ കസിൻ ഒരു ഹാച്ച് ബാക്ക് വണ്ടി എടുത്തു, പക്ഷേ അക്കൗണ്ട് ആക്റ്റീവായിട്ടില്ല. അപ്പോൾ പോയി അന്വേഷിച്ചപ്പോൾ അയാളുടെ പേരിൽ ഒരു പെറ്റി കേസ് ഉണ്ട്. പെറ്റി കേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. ഈ 100 രൂപയുടെ പെറ്റി കേസ്, ചിലപ്പോൾ അന്ന് ഏറ്റവും കുറഞ്ഞത് 500 രൂപ, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിരിക്കും. അത് ക്രിമിനൽ ഒഫൻസേ അല്ല. ശരിക്കും പറഞ്ഞാൽ PCC കിട്ടാനായിട്ട് പെറ്റി കേസ് ഒരു ഇതുമല്ല. എന്തിട്ടാണ് PCC കിട്ടാനായിട്ട് പെറ്റി കേസ് എന്ന് പറയുന്നതൊരു വിഷയമല്ല. കാരണം വെച്ചാൽ അത് നമ്മളുടെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് മാത്രമാണ്. ക്രിമിനൽ കേസ് മാത്രമാണ് PCC കിട്ടാതിരിക്കാനുള്ള ആ ഒരു ഇത് മാത്രമേ റിജക്ഷനായിട്ട് PCC റിജക്ഷൻ. പക്ഷെ PCC നമുക്ക് കിട്ടിയിട്ടും ഇത് യൂബറിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടും ഒരു പെറ്റി കേസിൻ്റെ കേസും പറഞ്ഞുകൊണ്ട് അവർ
അക്കൗണ്ട് ആക്റ്റീവ് ആവാത്തൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ ഇത് കാരണം ഈ വണ്ടി നേരത്തെ എടുത്തവർക്കാണ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാന്നല്ല, നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. കാരണം വെച്ചാൽ അവർ മിനിമം ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വണ്ടി എടുക്കണം. അത് പുതിയ വണ്ടി. ആ വണ്ടി അടുത്ത മാസം തൊട്ട് ചിലപ്പോൾ ചില കമ്പനിക്കാർക്ക്, ചില ഷോറൂമാർക്ക് ചില ഓഫറൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും പിടിക്കുന്നത്, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞു, ഏകദേശം വണ്ടി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആയാലും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ചയോളം പോകും ഇതെല്ലാം റെഡിയാക്കി കിട്ടാനായിട്ട്. അപ്പോൾ അതുവരെ ഈ വണ്ടിയുടെ 18 രൂപ അടയ്ക്കണ്ടേ, അതായത് EMI എത്രയാണെന്ന് വെച്ചാൽ അടയ്ക്കണമല്ലോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കേസാണ്, ഒരിക്കലും നമ്മൾ ഫസ്റ്റിൽ കയറി പുതിയ വണ്ടി എടുക്കരുത്. ആദ്യമേ തന്നെ നിങ്ങളുടെ പേരിൽ ഡ്രൈവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഡ്രൈവർ അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം മാത്രമേ, അതായത് നിങ്ങൾക്ക് ഇത് മെസ്സേജ് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവർ അക്കൗണ്ട് ക്രിയേറ്റ് ആവാനകത്ത് ഒരുപാട് പൊല്ലാപ്പ് കയറി വരാറുണ്ട്. മറ്റേ അതായത് എൻ്റെ കേസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൊറോണ ടൈമിലാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. പക്ഷേ എന്തോ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യമേ ഡ്രൈവർ അക്കൗണ്ട് അല്ല, ഞാൻ എല്ലാവരെ പോലെ തന്നെ ഫസ്റ്റിലെ വണ്ടി എടുത്തിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. കാരണം വെച്ചാൽ എനിക്ക് വേറൊരു ആവശ്യത്തിനായിരുന്നു വണ്ടി എടുത്തിരുന്നത്. പക്ഷേ കൊറോണ ടൈം ആയതുകൊണ്ട് പെട്ടുപോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ PCC അപ്ലോഡ് ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. ഏത് ഫോട്ടോ ആണെങ്കിലും നല്ല ക്ലിയർ, അവർക്ക് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അവരത് രണ്ടാമത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും മെസ്സേജ് നോട്ടിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ ഇത് ഇവർ എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരാഴ്ച ടൈം ചോദിക്കാറുണ്ട്. അതായത് 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം വർക്കിംഗ് ഡേയ്സ് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഡെയിലി നോക്കുക. കാരണം വെച്ചാൽ എനിക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി കിട്ടിയത് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഡ്രൈവർ അക്കൗണ്ട്, പിന്നെ ക്യാബ് രജിസ്ട്രേഷൻ എല്ലാം 3 ദിവസം കൊണ്ട് സെറ്റായി കിട്ടി. പക്ഷേ ഈ 3 ദിവസം എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് ഏകദേശം ഞാൻ 2-3 ദിവസം മെനക്കെടേണ്ടി വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ മറ്റേത് സെറ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് എല്ലാം ഫോട്ടോ എടുത്ത് നല്ല നല്ല ക്ലിയർ ആയിട്ടുള്ള മൊബൈലിൽ ഫോട്ടോ എടുത്ത് എല്ലാം അപ്ലോഡ് ചെയ്ത് സെറ്റാക്കി. അതിന് ശേഷമാണ് ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ പറയുന്നത്, പുതിയതായിട്ട് വണ്ടി എടുത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്ത് യൂബറിൽ മാത്രം വന്നവരുടെ കേസാണ് കേട്ടോ ഈ കാര്യത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു എവിടെയെങ്കിലും കോൺട്രാക്ട് ചെയ്ത വണ്ടിയാണ്, അതായത് എവിടെയെങ്കിലും കോൺട്രാക്ട് ചെയ്ത വണ്ടിയാണ് യൂബർ കയറ്റാം. അതിനൊന്നും നിങ്ങൾക്ക് ഈ ടെൻഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്ക് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഒപ്പം സൈഡായിട്ട് ഒരു ക്യാപ്പ് കിട്ടുമ്പോൾ ഓടാനാണ്. അതിനൊന്നും ഇത് ബാധകമല്ല. ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ യൂബറിലേക്ക് പുതിയ വണ്ടി മേടിച്ചിട്ട് പുതിയ അക്കൗണ്ട് എടുത്ത് വരുന്നവരുടെ കേസിലേക്കായിട്ടാണ്. അപ്പം ഇത് നിങ്ങൾ പരമാവധി ഒന്ന് ഓർത്ത് വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഇത് കാരണം ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു കേസ് കാരണം നേരത്തെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം PCC മതി. PCC ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം നല്ല സ്ട്രോങ് എവിഡൻസാണ്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഏകദേശം ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സുഹൃത്തുണ്ട്, ടോണി എന്ന് പറഞ്ഞ സുഹൃത്ത്. ആൾ ഇതേപോലെ തന്നെ യൂബർ ഓടിക്കുകയാണ്. അപ്പോൾ ആൾക്ക് PCC കിട്ടി. ഏറ്റവും വലിയ കോമഡിയാണ്, PCC കിട്ടി. പക്ഷെ ആളുടെ പേരിൽ കേസുണ്ട്. ആളാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ, അതായത് ഒരു പോലീസ് സ്റ്റേഷനിലും പുള്ളിക്കാരൻ്റെ പേരിൽ കേസും ഇല്ല, ആ അഡ്രസ്സ് വെച്ചിട്ട്. അപ്പോൾ ഇത് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലാണ് കേസെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ടായി. കാരണം തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷന് അവൻ താമസിക്കുന്നത് ഇവിടെ ആലുവയിലാണ്. തൃപ്പൂണിത്തുറ വരെ എന്ത് കേസാണ്? അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ബോംബെയിലായിരുന്നു, തിരിച്ച് വന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവൻ്റെ പേര്, ഇവൻ്റെ സെയിം പേര്, ടോണി ജോസഫ് എന്നാണ് മുഴുവൻ പേര്. അപ്പോൾ ഇതേ സെയിം പേരിൽ അവിടെ ഒരു കേസ്, അതും 17 വയസ്സുള്ള പയ്യൻ മറ്റേ വലിയ വണ്ടി, അതായത് ടിപ്പർ നിസാൻ ഓടിച്ചു കഴിഞ്ഞാണ് കേസ് വന്നത്, ലൈസൻസ് ഇല്ലാതെ. അതവിടെ കേസായി കിടക്കുകയാണ്.
പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് 17 വയസ്സ് മെൻഷൻ. ഇവനാണെങ്കിൽ 28-30 വയസ്സായി. എന്നിട്ട് അവൻ ഇഷ്ടം പോലെ പ്രാവശ്യം യൂബറിൽ മറ്റേ ഇമെയിൽ അയച്ചു എല്ലാം ഒരുപാട് ചെയ്ത് ഏകദേശം 1 മാസം പിടിച്ചിട്ടാണ് ആ അക്കൗണ്ട് ഒന്ന് രജിസ്റ്ററായി കിട്ടിയത്. പിന്നെ അതിനുശേഷം നല്ല ക്ലിയർ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസാണ്. മെയിനായിട്ട് ഡ്രൈവറിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡ്രൈവറിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം നമ്മുടെ മൊബൈലിലേക്ക് ഇമെയിലായിട്ടും അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഡ്രൈവറിൻ്റെ ആപ്പിലും മെസ്സേജ് വരും, നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇനി ട്രിപ്പുകൾ എടുത്ത് അതായത് അവരുടെ മെസ്സേജൊക്കെ നല്ല സൂപ്പറാണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇനി ട്രിപ്പുകൾ എടുത്ത് അധികം സമ്പാദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മെസ്സേജ് വരുന്നത്. പിന്നെ ഈ ഡ്രൈവർ അക്കൗണ്ട് ക്രിയേറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ഇതും പെട്ടെന്ന് കയറി പോകാനൊന്നും പറ്റുന്നില്ല. അതായത് ഡ്രൈവർ അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, അതായത് വീഡിയോ അവർ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കാണണം. ഈ വീഡിയോ ഓരോന്നും കണ്ടതിന് ശേഷം അവർ ചോദ്യം ചോദിക്കും. ആ വീഡിയോ സംബന്ധിച്ച് ചോദ്യം ചോദിക്കും. ഏകദേശം 5 ചോദ്യങ്ങളോളം ഉണ്ടാവും. ഈ 5 ചോദ്യങ്ങളിൽ ഇത്ര ചോദ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പാസ്സാവും. ഇല്ലെങ്കിൽ പാസ്സാവാനുള്ള ക്വസ്റ്റ്യനുള്ള ഉത്തരം നമ്മൾ തെറ്റായിട്ടാണ് കൊടുത്തേക്കണമെങ്കിൽ വീണ്ടും ആ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണേണ്ടി വരും. പിന്നെ വീണ്ടും ചോദ്യം ചോദിക്കുക. അപ്പോൾ വേറെ ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഏകദേശം 10ഓളം വീഡിയോ ഉണ്ടാവും, 10-15ഓളം വീഡിയോ ഉണ്ടാവും. അതായത് ഓരോ സെക്ഷനിലും 5 മിനിറ്റ് 3 മിനിറ്റിൻ്റെയൊക്കെ 3 വീഡിയോ വെച്ചൊക്കെയാണ് ഇടുന്നത് ഓരോ ടോപ്പിക്കിൽ. അപ്പോൾ ഈ 3 വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷമാണ് ഇവർ ചോദ്യം ചോദിക്കുന്നത്. ഏകദേശം 5 ചോദ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 5 ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ 4 ഒരേപോലെ എല്ലാം സൂക്ഷിച്ച് ഉത്തരം കൊടുക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ അടുത്ത അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം നമ്മൾ നമ്മുടെ ഇതുണ്ടാവും. ഫസ്റ്റിലെ തന്നെ ഓൺ ചെയ്യാവുന്നത് നമ്മുടെ സെൽഫി ചോദിക്കും. സെൽഫി നമ്മുടെ ചെയ്യുക, നമ്മൾ സെൽഫി എടുക്കുക. അപ്പോൾ അവർ വെരിഫൈ എന്ന് പറഞ്ഞ് അക്കൗണ്ട് അക്കൗണ്ട് ആക്റ്റീവായി തരും. ഓക്കെ. പക്ഷേ അക്കൗണ്ട് ആക്റ്റീവായി തന്നാലും നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഓൺ ചെയ്യാവുള്ളൂ. കാരണം വെറുതെ ട്രിപ്പ് കയറി വന്നിട്ട് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ എടുത്തില്ലെങ്കിൽ അപ്പോഴും ഒരു ഇത് വരും. അതായത് നമ്മളെ നോട്ടിഫൈ ചെയ്യും ഫസ്റ്റ് ട്രിപ്പ് എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ആക്റ്റീവ് ആയതിനു ശേഷം അനക്കാതെ വെക്കുക. ഓടിയില്ലാന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല ആ സമയത്തൊന്നും. കാരണം വെച്ചാൽ നമ്മുടെ ഡ്രൈവർ അക്കൗണ്ട് മാത്രമാണ് ഓൺ ആക്കിയേക്കുന്നത്. അതായത് ഡ്രൈവർ അക്കൗണ്ട് മാത്രം ആക്റ്റീവ് ആക്കിയേക്കുന്നത് നമ്മൾ ഒരു വണ്ടിയിലും ഇതാക്കിയിട്ടില്ല. അപ്പോൾ തന്നെ യൂബറിൻ്റെ ഭാഗത്തുനിന്ന് ഓരോരോ റെക്കമെൻഡേഷൻ വരും. ഇന്ന ആളുടെ കയ്യിൽ ഇത്ര രൂപയ്ക്ക് വണ്ടിയുണ്ട്, ഇത്ര രൂപ വാടകയ്ക്ക് വണ്ടിയുണ്ട്, വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയം തൊട്ട് നമുക്ക് പുതിയ വണ്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പുതിയ വണ്ടി അപ്പോഴും നമുക്ക് വേറൊരു കാര്യം, ഇതിൽ യാതൊരുവിധ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാം കഴിയുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ ഫീസ് ആയിട്ട് വരുന്നത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ എപ്പിസോഡുകളിൽ കാണിക്കുന്നതായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ യൂബർ രജിസ്ട്രേഷൻ്റെ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. എല്ലാവരും യൂബറിലേക്ക് കടന്നു വരാൻ നേരത്ത് ഡ്രൈവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും പറയുന്നൊരു കേസായിരിക്കും. എന്തിട്ടാണ് അല്ലെങ്കിൽ യൂബറിലോട്ടുമില്ല, നീ ഇതും കൂടെ പറഞ്ഞ് ബാക്കി എല്ലാവരും കൂടെ എന്തിട്ടാണ് ക്യാൻവാസ് ചെയ്യിക്കാൻ. ഇപ്പം ഞാനിത് ഇട്ടില്ലെങ്കിൽ പോലും ഡെയിലി ഒരാൾ വെച്ച് യൂബറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നതും പിന്നെ ആളുകൾ വരുന്നതും യാതൊരു ബന്ധവുമില്ല. പക്ഷേ നിങ്ങൾ യൂബർ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫേസ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നഷ്ടം ഏറ്റവും കൂടുതലുള്ളൊരു ഫീൽഡാണ്. അതായത്
6 മാസം ലാഭവും 6 മാസം നഷ്ടവും ഉണ്ടാവും ഇതിൽ. അപ്പോൾ അത് ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എനിക്ക് പോകാനായിട്ട് ടൈമായി. മീൻസ് ഞാനിന്ന് വൈകിയാണ് എഴുന്നേറ്റത്. ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റായി പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.